നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇനി ഒന്ന് പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരുന്നത് തേയ്പിറ പഞ്ചമി. ജൂലൈ 15 ചൊവ്വാഴ്ചയാണ് പഞ്ചമിതിഥി വരുന്നത്. ജൂലൈ 14 തിങ്കളാഴ്ച രാത്രി 7 മണിയോടുകൂടി പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. നമ്മുടെ വീഡിയോസ് തുടർന്ന് കാണുന്നവർക്ക് പഞ്ചമതിഥിക്ക് എങ്ങനെ പൂജാ വഴിപാടിന് പേരുകൾ കൊടുക്കാമെന്നുള്ള പ്രൊസീജിയേഴ്സ് അറിയാം. എന്നാൽ പുതുതായി വീഡിയോ കാണുന്നവർക്ക് ഫോർമാലിറ്റീസ് അറിയില്ല. അങ്ങനെയുള്ളവര് പൂജാ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ആൾ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് കിട്ടുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കോളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് പറയാനുണ്ട്. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നു. ഒത്തിരി പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയതിനാലെയാണ് വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോൾ റിക്കവറായിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, വെള്ളിയാഴ്ച ശുക്രഹോരയിൽ വരാഹിയമ്മനക്ക് നമ്മൾ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൗഭാഗ്യത്തിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെയിലി ദിവസേന അമ്മയെ പ്രാർത്ഥിക്കാത്തവരുണ്ട്. അവർ വന്നിട്ട് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുക്കുന്നവർ. അങ്ങനെ നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 10 നിമിഷത്തിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഏത് ഒരു കാര്യം ആയാലും ശരി, നിങ്ങൾക്ക് നടക്കണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അമ്മയോട് ചോദിക്കുമല്ലോ. എനിക്കിത് ചെയ്തു തരൂ അമ്മേ, എനിക്കിത് ചെയ്തു തരുമോ എന്ന് നിങ്ങൾ അമ്മയോട് ചോദിക്കുമല്ലോ. ഏതോ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ അമ്മയോട് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ശരിയല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ടെക്നിക്ക് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ടെക്നിക്ക് നിങ്ങൾ ശുക്രഹോരയിൽ ചെയ്യണം. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് രാത്രി 11നും 12നും ഇടയ്ക്കുള്ള സമയത്ത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ഈ ഫ്രൈഡേ ആണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് വീക്ക് വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഒരു ആവശ്യം വെച്ച് വീണ്ടും നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുമല്ലോ. ഇപ്പൊ ഈ വെള്ളിയാഴ്ച ഒരു ആവശ്യം വെച്ച് നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുന്നു, അതുപോലെ നെക്സ്റ്റ് വെള്ളിയാഴ്ച ഒരു ആവശ്യം വെച്ച് നിങ്ങൾ വീണ്ടും അമ്മയെ പ്രാർത്ഥിക്കുമല്ലോ. അതിനുള്ളിൽ നിങ്ങൾ ഈ ആഴ്ച പറഞ്ഞ കാര്യം ഒരു വീക്കിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരും അമ്മ. ഒരു തവണ കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വിഷയം. ഒത്തിരി സിമ്പിളായത്, എന്നാൽ ഭയങ്കര എഫക്റ്റീവായതും. കാരണം എന്താ വെച്ചാല് ഇതിൽ നമ്മൾ ഒത്തിരി മുഖ്യമായ ബീജമന്ത്രത്തെയാണ് ഉപയോഗിക്കുന്നത്. മന്ത്രങ്ങൾക്കെന്ന് നിറയെ വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട്. നോർമലി ചൊല്ലുന്ന മന്ത്രത്തെ വിட ബീജമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അത് വന്നിട്ട് ഏത് ദൈവത്തിനുള്ള മന്ത്രമായാലും അത് കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് നിങ്ങൾ ചൊല്ലുമ്പോൾ എന്ത് കാര്യം വിചാരിച്ച് നിങ്ങളത് ചോദിച്ചാലും ആ ബീജമന്ത്രം എന്നത് നമുക്കത് ചെയ്തു കൊടുക്കും. നമുക്കത് നമ്മുടെ ആവശ്യം നടത്തിത്തരും. സോ ആ ബീജമന്ത്രം ഏത്, അത് നമ്മൾ എങ്ങനെ ചൊല്ലണം, ഏത് നേരത്തിൽ ചൊല്ലണം എന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്നാല്, വെള്ളിയാഴ്ച നിങ്ങൾ ശുക്രഹോരയിൽ, അതായത് ടൈമിങ്സ് ആഴ്ച തോറും ഇങ്ങനെ തന്നെ വരും. ടൈമിങ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, എങ്കിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. മോർണിംഗ് 6 to 7 AM, ആഫ്റ്റർനൂൺ 1 to 2 PM, ദെൻ നൈറ്റ് 8 to 9 PM. മനസ്സിലായല്ലോ? പിന്നെ നിങ്ങൾ എബ്രോഡ് വിദേശത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ ഹോര ടൈമിങ്സ് ചേഞ്ച് ആകാനുള്ള ചാൻസ് ഉണ്ട്. അത് വന്നിട്ട് സിംഗപ്പൂര്, മലേഷ്യ എന്നിവിടങ്ങളിൽ നോക്കുന്നവരാണെങ്കിൽ അതിൽ കുറച്ച് ചേഞ്ച് ഉണ്ടാവും.
അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ ഹോര ടൈമിങ്സ് നോക്കി ചെയ്തോളുക. അങ്ങനെയില്ലെങ്കിൽ ഈ ടൈം നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ വരുന്ന ടൈം നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്തോളുക. വേറൊന്ന് എഗെയിൻ പറയാം, ഈ ഹോര ടൈമിങ്സിൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രി 11 to 12 ചെയ്തോളുക. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ടൈമിൽ നിങ്ങൾ വരാഹി അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് മുന്നേ നിങ്ങൾ ഒരു വഴിപാട് ചെയ്യണം. അതിന് വേണ്ടിയ പൊരുൾകൾ ഞാൻ പറയാം. ആദ്യം വന്നിട്ട് നിങ്ങൾ ഒരു മഞ്ഞ തുണി എടുത്തോളുക. അത് വേറൊന്നുണ്ട്, മഞ്ഞ തുണി ഇപ്പൊ നിങ്ങൾക്ക് സമയത്തിന് കിട്ടിയില്ല വെച്ചാല് വെള്ള തുണിയിൽ മഞ്ഞ തടവി വേണമെങ്കിലും യൂസ് ചെയ്തോളുക. അത് നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചെയ്തോളുക. ഒരേ ഒരു മഞ്ഞ തുണി, മനസ്സിലാവുന്നുണ്ടല്ലോ? കൂടെ വേണ്ടത് ഏലക്കായ. ശരിയാ? ഇതിന് എത്ര ഏലക്ക വേണമെന്ന് ചോദിച്ചാല് 7 ഏലക്കായാണ് വേണ്ടിയത്. അതിന്റെ കൂടെ ഒരേ ഒരു പൊരുൾ കൂടെ നിങ്ങൾക്ക് വേണം. അത് ഒരു കോയിനാണ്. കോയിൻ വന്നിട്ട് 1 രൂപ കോയിനോ 2 രൂപ കോയിനോ 5 രൂപ കോയിനോ നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുത്തോളുക. 7 കോയിൻ എടുക്കുക. ഒരേ ഒരു കോയിൻ എടുക്കുക. അത് 1 രൂപയോ ഏതെങ്കിലും ഒരു കോയിന്, ഇല്ലെങ്കിൽ 7 കോയിന് എടുക്കുക. 1 അല്ലെങ്കിൽ 7, വേറെ ഒരു നമ്പരും വയ്ക്കാൻ പാടില്ല. ഇത് ഒരേ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ്. ശരിയാ? അതിനാലെ 7 ഏലക്കായ നിങ്ങൾ എണ്ണി എടുത്തോളുക. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കൂടെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാണിക്ക. അത് 1 രൂപയാണെങ്കിൽ 1 രൂപ, അല്ല 5 രൂപയാണെങ്കിൽ 5 രൂപ. പക്ഷെ കോയിൻ ആയിരിക്കണം. പിന്നെ 1 രൂപ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഒരു കോയിൻ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 7 കോയിന് വച്ചോളുക. എൻ്റെ അടുത്ത് ഈ സമയത്ത് 1 കോയിനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1 കോയിൻ വെച്ചിരിക്കുന്നത്. ഈ 7 ഏലക്കായും ഈ കോയിനും കൂടെ നിങ്ങൾ ഈ മഞ്ഞ തുണിയിൽ വച്ചോളുക. ഈ 7 ഏലക്കായും ആ കാശും നിങ്ങൾ വയ്ക്കുന്നതിന് മുന്നേ ഈ 7 ഏലക്കായ ഉണ്ടല്ലോ, അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് അമ്മനക്ക് മുന്നേ നിങ്ങൾ ഈ ബീജമന്ത്രം, അതായത് ആദിപരാശക്തിക്ക് എന്നുള്ള ഈ ബീജമന്ത്രം നിങ്ങൾ ചൊല്ലണം. ഇത് വന്നിട്ട് നിങ്ങൾ വരാഹി അമ്മനക്ക് മുന്നേ ചൊല്ലുമ്പോൾ അമ്മ നിങ്ങളെ ധാരാളമായി പ്രസാദിക്കും. ഈ ബീജമന്ത്രം എങ്ങനെ ചൊല്ലണമെന്ന് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ഇത് വന്നിട്ട് ഈ ബീജം മനസ്സിലാക്കിക്കൊള്ളുക. അതുപോലെ 3 എഴുത്ത് ബീജമന്ത്രം ഇരിക്കുന്നുണ്ട്. ഈ 3 എഴുത്ത് ബീജമന്ത്രം ഒത്തിരി പവർഫുൾ ആണ്. ഇത് ഓർമ്മയിൽ നിങ്ങൾ വെച്ചോളുക. ഇത് 3 എഴുത്ത് ഈ ബീജമന്ത്രം. ഇപ്പോൾ ബീജമന്ത്രം എന്താണെന്ന് ഞാൻ ചൊല്ലിത്തരാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നാല് ഏലക്കായും കാശും തുണിയിൽ വച്ച് മടക്കുന്നതിന് മുന്നേ, എന്ന് വെച്ചാൽ മുടിച്ചിലിടുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യില്, വലത് കയ്യില് 7 ഏലക്കായ വച്ചിട്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. ഇങ്ങനെയാണ്: ഓം ഹ്രീം നമഃ, ഓം ഹ്രീം നമഃ, ഓം ഹ്രീം നമഃ. ഇതാണ് ആ മന്ത്രം. ഈ മന്ത്രത്തെ നിങ്ങൾ 1, 2, 3 തവണ അല്ല ചൊല്ലേണ്ടിയത്, 108 തവണ നിങ്ങളുടെ വായാലെ ചൊല്ലണം. ഒത്തിരി ഈസി അല്ലേ? ഓം ഹ്രീം നമഃ ഒരേ ഒരു തവണ ചൊല്ലുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് 108 തവണ നിങ്ങൾ ചൊല്ലിയിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ക്യാഷും ഈ ഏലക്കായും കൂടെ ഈ മഞ്ഞ തുണിയിൽ വച്ച് നിങ്ങൾ എന്താവശ്യമാണോ മനസ്സിൽ വച്ചിരിക്കുന്നത് അത് അമ്മയോട് പറഞ്ഞ് ഈ തുണി മടക്കി മുടിച്ചിലിട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ വച്ചോളുക. ശരിയാ? എല്ലാം ക്ലിയർ അല്ലേ? ഇനി ഇന്നൊരു വിഷയം എന്താച്ചാല്, ഈ 3 എഴുത്ത് മന്ത്രത്തില് ഹ്രീം എന്ന വാക്ക് എന്നത് മെയിനായ ഒരു ബീജമന്ത്രമാണ്. മനസ്സിലാക്കിക്കൊള്ളുക. ഹ്രീം എന്നത് ഭയങ്കര പവർഫുൾ ആയതാണ്. ഈ ബീജമന്ത്രം നിങ്ങൾ ഏത് കഠിനമായ പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് തല പോണ പ്രശ്നമായിരുന്നാലും, എന്നെ രക്ഷിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് കഷ്ടപ്പെട്ട് സങ്കടപ്പെടുമ്പോഴും, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വരുമ്പോൾ മനസ്സാലെ വരാഹി അമ്മയ്ക്ക് മുന്നേ, അതായത് നല്ല മനസ്സോടുകൂടി അമ്മയോട് താഴ്ന്ന് അപേക്ഷിച്ച് അമ്മയെ പ്രാർത്ഥിച്ചോളുക. എന്നിട്ട് ഈ ഹ്രീം എന്ന ബീജമന്ത്രം 1008 തവണ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. മറക്കരുത്, 1008 തവണ.
എന്താണ് ഇത് 1008 തവണ ചൊല്ലാൻ പറയുന്നതിന് കാരണം എന്നാല് ഈ ഒറ്റവരി ബീജമന്ത്രം ക്രീം എന്ന വേർഡ് 1008 നാമത്തെ ചൊല്ലുന്ന ഫലം നിങ്ങൾക്ക് കൊണ്ടുതരും. അതിനാല് നിങ്ങൾ ഈ ഒരു മന്ത്രത്തിനെ നന്നായിട്ട് ഉപയോഗിച്ചോളുക. അത്രയ്ക്കും ഫലം ഇരിക്കുന്നുണ്ട് എന്നതിനാല് മാത്രമല്ല, ഇതുവേ നിങ്ങൾ 1008 തവണ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ എങ്ങനെയുള്ള ഭാരമായിരുന്നാലും ശരി, ആരും സഹായിക്കാനില്ലെന്ന് നിങ്ങൾ സ്ട്രക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നാലും ശരി, നിങ്ങൾ മനസ്സിലെ വിശ്വാസത്തോടെ ഈ ഒരു ബീജമന്ത്രം ചൊല്ലിക്കൊള്ളുക. വെറും 3 എഴുത്ത് ഇത് മാത്രം ഒരു 1008 തവണ നിങ്ങൾ ചൊല്ലി നോക്കിക്കോളൂ. ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കും. അതെന്തുകൊണ്ടെന്നാല് ഇത് ആദിപരാശക്തിക്കെന്നുള്ളത്, വരാഹി അമ്മനക്കെന്നുള്ളത്. ശരിയാ? ഇത് ഒത്തിരി പവർഫുള്ള്. അങ്ങനെ നിങ്ങൾ മനസ്സിൽ ഒരു വിഷയം കരുതി നടന്നതിന് ശേഷം ഇനി ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, മുടിച്ചിലിട്ട് വച്ച മഞ്ഞ കളർ തുണിയില്ലേ, അത് നിങ്ങൾ അഴിച്ചെടുത്തിട്ട് ക്യാഷ് എടുത്ത്, ഇപ്പൊ ഒരു നാണയം ആയാലും ശരി, 7 നാണയം ആയാലും ശരി, വരാഹി അമ്മനോട് കോവിലിൽ കൊണ്ട് ഇടുകയോ, അല്ലാച്ചാല് അമ്മനോടെ കോവിലില്ലാത്തവര് നമ്മുടെ വീട്ടിന്റെ അടുത്ത ദേവീക്ഷേത്രത്തിൽ അമ്മനിരിക്കുന്ന ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ കൊണ്ടായാല് അത് ഇട്ടോളുക, കാണിക്ക ഇട്ടോളുക കേട്ടോ. പിന്നെ ഈ ഏലക്ക എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, പ്രസാദം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പൊങ്കലും ഒക്കെ നൈവേദ്യം വെക്കാനായിട്ട് ഉണ്ടാക്കുമല്ലോ. അമ്മയ്ക്ക് നൈവേദ്യം വെക്കാനായാലും എന്തായാലും ഉണ്ടാക്കി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യം ഉണ്ടാക്കി അമ്മയ്ക്ക് വെച്ചു കൊടുക്കുക. ഏലക്ക അതിന് യൂസ് ചെയ്യുക. നോൺ വെജ് ഒന്നും ചെയ്യാനായിട്ട് എടുത്തേക്കരുത്. നൈവേദ്യത്തിന് മാത്രം നിങ്ങളിത് യൂസ് ചെയ്തോളുക. ഇത്രയേ ഉള്ളൂ. ഇത് തുടർന്ന് നിങ്ങൾ ഓരോ ഫ്രൈഡേസിലും ചെയ്തു വരിക. ഫ്രൈഡേ അതായത് വെള്ളിയാഴ്ച ശുക്രഹോരയില് ഓരോരോ വിഷയത്തിനും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരേ ഒരു വിഷയം നടക്കുന്നതിനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോളുക. വേറൊന്ന്, കാശും ഏലക്കായും പിരിക്കുന്നത് ആവശ്യം നിറവേറിയതിന് ശേഷം മാത്രം. നമ്മൾ അമ്മയോട് ആവശ്യപ്പെട്ട കാര്യം ഇപ്പൊ ഈ വെള്ളിയാഴ്ച നടന്നില്ലാച്ചാല് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ആവശ്യപ്പെടുക. അപ്പോ നടക്കുന്നത് വരെ അത് അങ്ങനെയേ വച്ചേക്കുക പൂജ അറയിൽ തന്നെ. എന്നിട്ട് നിങ്ങളത് നടന്നതിന് ശേഷം പിരിച്ചെടുത്ത് ഈ പറഞ്ഞതുപോലെ ചെയ്തോളുക. ഒന്ന് നടന്നാല് വേറെ വിഷയത്തിന് ആഴ്ച തോറും നിങ്ങൾ ചെയ്യുക. വെള്ളിയാഴ്ച നിങ്ങൾ ശുക്രഹോര മിസ് ചെയ്യാതിരിക്കുക. ഇൻ കേസ് മിസ് ചെയ്യുന്നവർ രാത്രി 11 to 12 ആ ടൈമിനുള്ളിൽ ചെയ്തോളുക. എപ്പോഴും നമ്മൾ ഹോര ടൈമിങ്സ്, ഹോര എന്നത് അറിഞ്ഞ് ചെയ്താൽ നമ്മൾക്ക് അതിന്റെ ഫലം ഭയങ്കര എഫക്റ്റീവായിട്ട് കിട്ടും. ഹോര അറിഞ്ഞ് ചെയ്യുമ്പോൾ നല്ല വഴിയിൽ തന്നെ നമ്മുടെ എല്ലാ റുട്ടീനും പോയിക്കൊണ്ടേയിരിക്കും. ഹോര ടൈം അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും, നല്ലതേ നടക്കൂ എന്നുള്ള ഒരു അറിവും കൂടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നിറയെ കാര്യങ്ങളുണ്ട്. സോ ഈ ഹോരയെ യൂസ് ചെയ്ത് ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്തോളുക. തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്നത് വരാഹി അമ്മൻ നിങ്ങൾക്ക് കൊണ്ട തന്നിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് കമന്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാല് ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.